ചേട്ടാ, ഓഫ് ഷോർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടോ? ഇവിടെ അങ്ങനെ ഒരു കമ്പനി ഇല്ലല്ലോ. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ തന്നെയാ ജോലി ചെയ്യുന്നത്. നിങ്ങൾ പറയും പോലെ ഒരു കമ്പനി ഇവിടെ ഇല്ല. ആൽബർട്ട്, ആ പേരിലൊരു കമ്പനി ഇവിടെ ഇല്ല. നീ അത് CUG നമ്പർ എന്ന് പറഞ്ഞില്ലേ? അതിൽ വേറെ ഏതെങ്കിലും നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. മൊത്തം 23 നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു നമ്പർ ആക്റ്റീവാ. ആണോ? അതേടാ. അത് ഏത് ഏരിയ ആണെന്ന് പറയാൻ പറ്റുമോ? കിള്ളിപ്പാലം, ടവർ നമ്പർ 6874. ഓക്കെ, താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട സാർ. 10%, 8 ലക്ഷം രൂപ ലോൺ, 80,000 രൂപ എനിക്ക് തരണം. ക്യാഷ് ആയിട്ട് വേണ്ട, ചെക്കായിട്ട് മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2010, 2011, 2012 മൂന്നും കയ്യിലെടുത്തോ. ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നും പേടിക്കണ്ട. വരട്ടെ. സാർ എനിക്കൊരു മോളുണ്ട് സാർ. സാർ ഒന്നും ചെയ്തു സാർ എന്നെ. സാർ, നിങ്ങളാണ് എന്റെ പൈസ എടുത്തതെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പറയാ. സാർ പോലീസിലൊന്നും പരാതി കൊടുക്കല്ലേ സാർ. ഫോൺ എടുക്കണ. എടുക്കാൻ എടു. ഹലോ സാർ, നിങ്ങൾക്കാണ് സാർ ഫോൺ. സംസാരിച്ചു. നമ്മുടെ കല്യാണത്തിനുള്ള പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറെ കാലമായിട്ട് എന്നെ കൊതിപ്പിക്കുന്നു. ഫസ്റ്റ് നൈറ്റ് ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യും? അത് നിനക്കറിയില്ലേ? പോടാ. പാവം കുട്ടികൾ ആരും കേൾക്കില്ലെന്നോർത്ത് സംസാരിക്കുന്ന അതിൽ തെറ്റൊന്നുമില്ല. അവർ സംസാരിക്കുന്നതിൽ തെറ്റില്ല. ഞാനത് കേട്ടതും തെറ്റല്ല. എന്നാൽ നീ അവിടെ ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അതാണ് തെറ്റ്. കൈയെടുക്കട. മേജർ സഞ്ജയ് ലാൽ, നീ ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ അനിയത്തി പറയുന്ന മുഴുവൻ ഇന്റർനെറ്റിലുണ്ടാവും. വീണ്ടും ഒരടി കൂടി മുന്നോട്ട് വെച്ചാൽ അതിന്റെ ലിങ്ക് ഫേസ്ബുക്ക് വാളിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അവനെ ഉപയോഗിച്ച് എന്നെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം നീ വെറും ഒരു നമ്പർ മാത്രമാണ്. നമ്പറായി തന്നെ ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല. അതിന് പകരം ഒരു വ്യക്തിയാകാൻ ശ്രമിച്ചാൽ കൊന്നുകളയും. Exactly like that. എടാ സജ്ജു, മാമ പറയാ. നീ വീട്ടിലെത്തിയല്ലേ? മാമനോടെ ഞാൻ ബാറിൽ നിന്ന് പോന്നിട്ടില്ല. എടാ മോനെ, നീ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മളല്ലാതെ അങ്ങർക്ക് വേറെ ആരാ ഉള്ളത്? പാവം, മനസ്സ് തകർന്നിരിക്കുക.
അച്ഛാ വാ കഴിക്കാം. അച്ഛാ വാ കഴിക്കാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇന്നലെ ദേഷ്യം വന്നപ്പോ എന്തൊക്കെ പറഞ്ഞു പോയി. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? എനിക്ക് അച്ഛനോട് ദേഷ്യമുണ്ട്, വെറുപ്പില്ല. ദേഷ്യമൊക്കെ പോവും. പിന്നെ പൈസയുടെ കാര്യം നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് അച്ഛനെ ഈ അവസ്ഥയിൽ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്കും മോനെ. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വാ അച്ഛാ കഴിക്കാം. എന്താ അച്ഛാ? ഞാൻ വിഷം എന്താ അച്ഛാ? വിഷം കുടിച്ചിട്ടിരിക്ക. എന്താ അച്ഛാ ഈ പറയുന്നേ? അവസാനായിട്ട് അച്ഛാ അച്ഛാ എന്താ അച്ഛാ? അച്ഛാ മോനെ, അച്ഛന് ഒട്ടും വിവരമില്ലേ? ഒരു പ്രശ്നം വരുമ്പോ ഇങ്ങനെ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന എന്തിനാ അച്ഛാ? നീ എന്നോട് ചോദിച്ചില്ലേ നിങ്ങൾക്ക് നാണം, മാനം, മര്യാദ ഇങ്ങനെയുള്ളതൊന്നും ഇല്ലേന്ന്? എനിക്കതൊന്നുമില്ല. അസുഖം കൂടിയപ്പോൾ നിന്റെ അമ്മ 1 വർഷം കൂടിയേ ജീവിക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അന്ന് നിങ്ങൾ കൊച്ചുകുട്ടികളാ. നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ അമ്മ 1 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന്? എവിടെ നിന്നൊക്കെ കടം വാങ്ങാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം വാങ്ങി ഞാൻ. എനിക്കറിയാം ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. 1 വർഷമേ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ നിന്റെ അമ്മ 3 വർഷം കൂടി പിന്നെയും ജീവിച്ചിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കടം വാങ്ങിയത്. മോനെ, ഇപ്പൊ പറയാ, നിനക്ക് നിന്റെ അനിയത്തിക്കും വേണ്ടി ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാം, എത്ര വേണമെങ്കിലും കടം വാങ്ങാം. നീ ധൈര്യമായിട്ടിരിക്ക. ഞാനില്ലടാ. കല്യാണം ആർഭാടമായിട്ട് നടക്കും. അയ്യോ സാർ, സംസാരിക്കാതെ റെസ്റ്റ് എടുക്ക്. ഞാൻ മോനോട് ഇല്ല മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല. പനി കൂടിയതുകൊണ്ട് ആശുപത്രി കൊണ്ടുവന്നതാ. ചേട്ടാ, അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കാണാൻ പറ്റുമോ? നല്ല ഉറക്കത്തില്ല. നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വിളിക്കും. അനിതയോട് അച്ഛൻ വിഷം കഴിച്ച കാര്യം പറഞ്ഞിട്ടില്ല. സഞ്ജയോ അതൊന്നും പറയണ്ട. പാവം കുട്ടികൾ ആരും കേൾക്കില്ലെന്നോർത്ത് സംസാരിക്കുന്ന. ഒരു മിനിറ്റ്. അനിതേ, നിന്റെ ഫോൺ തന്നെ. ഞാൻ പിന്നെ വിളിക്കാം. മേജർ, ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കൂടുതലായി. പക്ഷെ ബാറ്ററി ഇപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുക. ഇതിനുള്ളിൽ ഏതോ ഒരു സോഫ്റ്റ്വെയർ ഓൺ ആയിരിപ്പുണ്ട്. ദിസ് ഫോൺ ഈസ് ഹാക്ഡ്. മേജർ, ഫോൺ ഓണാക്കി തന്നെ. നമ്പർ പറയും. 8939220874. ഇപ്പൊ ഈ കോൾ ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കഴിഞ്ഞാൽ കോൾ കട്ടാവും. 1 2 3. ഈ സിം അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാനും സാധിക്കും. ഇപ്പൊ ഹാക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് പറ്റാത്തോണ്ടല്ലേ അവനെ നമ്മൾ ഹാക്കർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമ്മൾ എന്താന്ന് പോലും ശ്രദ്ധിക്കാതെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അലോ 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 നമ്മൾ വെറുതെ പ്രസ് ചെയ്യാറില്ലേ? നമ്മൾ ആപ്പ് മാത്രമല്ല അലോ ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ചോർത്താനുള്ള സമ്മതമാണ്. മേജർ, നിങ്ങൾക്ക് മുമ്പ് ഒരു empty മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളത് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ അത് ഓപ്പൺ ചെയ്ത നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും, SMS, ഫോട്ടോഗ്രാഫ്, മെയിൽ, ക്യാമറ എല്ലാം ആരുടെയോ കൈകളിൽ എത്തിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അവർ GPS ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലുള്ള ബേസിക് മൊബൈൽ ഉപയോഗിക്കുക. ആർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും പറ്റില്ല, ഹാക്ക് ചെയ്യാനും പറ്റില്ല. അനിതയുടെ ഫോൺ ഹാക്ക് ചെയ്തതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷെ അവളാണ് എന്റെ അനുജത്തിന്ന് അവൻ എങ്ങനെ കണ്ടുപിടിച്ചു? ഒന്നും മനസ്സിലാവുന്നില്ല. അവനൊന്നും കണ്ടുപിടിച്ചാലേ എല്ലാം നീ തന്നെ പറഞ്ഞു കൊടുത്തേ. ഞാനോ? അതെടാ, നിന്നെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നീ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതാ നോക്ക്, കഴിഞ്ഞ മാസം മാത്രം 30 ഫോട്ടോ വിത്ത് മൈ സിസ്, വിത്ത് മൈ ഡാഡ്, വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞ എല്ലാ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദൂരത്തേക്ക് പോകുന്നത് എന്തിനാ? കഴിഞ്ഞ മാസം നെയ്യാറ്റിക്കര നിർത്തി ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. എങ്ങനെ സംഭവിച്ചതാ? ആ കൊച്ചു രാവിലെ കോട്ടോ വിടുമ്പോ അമ്മയുടെ ഒരു സെൽഫി. അത് കഴിഞ്ഞ് പല്ല് തേക്കുന്നതും കുളിക്കുന്നതും സ്കൂളിൽ കൊണ്ടുവിടുന്നതും ഒക്കെ വഴിപാട് മാതിരി ഓരോ ഫോട്ടോ. ഏത് കളറാണോ ഇഷ്ടം ആ കളറിൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന്റെ ഒരു സെൽഫി.
അത് അവൻ നോക്കി മനസ്സിലാക്കി. 12 മണിക്ക് കുട്ടിക്ക് ഐസ്ക്രീം വേണം. അതേ കളർ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അവൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. നമ്മൾ തന്നെ എല്ലാത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട്